സൈക്ലോട്രോൺ എന്ന് പറയുന്ന ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു ലിമിറ്റേഷൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ വായിച്ചപ്പോൾ തന്നെ സൈക്ലോട്രോണിൻ്റെ ഒരു ലിമിറ്റേഷനായി നമ്മളൊരു കാര്യം പറഞ്ഞത്, ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെ നമുക്ക് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായി സാധിക്കുകയില്ല. ഇനി ആ ഒരു ലിമിറ്റേഷൻ മാത്രമല്ല, ഒന്ന് രണ്ട് ലിമിറ്റേഷൻസും കൂടി നമുക്ക് പറയാനായിട്ടുണ്ട്. നമുക്കൊന്ന് ചർച്ച ചെയ്യാം ലിമിറ്റേഷൻസ്, സൈക്ലോട്രോണിൻ്റെ ലിമിറ്റേഷൻസ്. നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു ലിമിറ്റേഷൻ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട്. cannot accelerate neutral particles like neutrons. സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ ചാർജുകളെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു സെൻറ്റൻസിൽ തന്നെയുണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാൻ. അതായത് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെ, ന്യൂട്രോൺ പോലെയുള്ള ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായി നമുക്ക് സാധിക്കുകയില്ല. അത് ഒരു ലിമിറ്റേഷനാണ്. ഇനി മറ്റുള്ള ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മാസ്സാണ് m0. നമുക്കതിനെ വേണമെങ്കിൽ റെസ്റ്റ് മാസ് എന്ന് വിളിക്കാം. ആ പാർട്ടിക്കിൾ വളരെ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മാസ് ചേഞ്ച് ചെയ്യും. ഒരു ബോഡി നമ്മൾ എവിടെ സ്റ്റേഷനറി ആക്കി ഒരു ബോഡി എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ആ ബോഡിയുടെ റെസ്റ്റ് മാസ് സെയിം ആയിരിക്കും. പക്ഷേ അതേ ബോഡി നമ്മൾ വളരെ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യിപ്പിച്ചാൽ ആ ബോഡിയുടെ മാസ് മാറും. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മാസാണ് v എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മാസാണ് മൂവിങ് മാസ്. അതേ ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ ഉള്ള മാസാണ് m0. ഇവർ തമ്മിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ കണക്ട് ചെയ്തിട്ടുണ്ട്. m = m0 ഡിവൈഡ് ബൈ √1 മൈനസ് v² ഡിവൈഡഡ് ബൈ c². ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് മാസ് ആരുമായി ഡിപ്പെൻഡൻ്റ് ആണ്? വെലോസിറ്റിയുമായി ഡിപ്പെൻഡൻ്റ് ആണ്. മാസ് ഡിപ്പെൻസ് വെലോസിറ്റി. നമ്മൾ സൈക്ലോട്രോണിൻ്റെ കീഴിൽ പഠിച്ച എല്ലാ ഇക്വേഷൻസും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് കൈനറ്റിക് എനർജിക്കൽ ഇക്വേഷൻ കൂടി വേണം നിങ്ങൾക്ക് എഴുതാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കാം. റേഡിയസ് = mv/qb, വെലോസിറ്റി =qbr/m, t = 2πm ഡിവൈഡഡ് ബൈ qb, f = qb ഡിവൈഡഡ് ബൈ 2πm. എല്ലാ ഇക്വേഷനിലും നിങ്ങൾക്ക് പൊതുവായി കാണാൻ പറ്റുന്ന ഒരാളാണ് മാസ്. പക്ഷേ സൈക്ലോട്രോൺ ഉപയോഗിച്ച് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ നിങ്ങൾ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടി വരുന്നുണ്ട്. അതിനനുസരിച്ച് എന്തും മാറും? മാസും മാറും. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് മാസും വെലോസിറ്റിയും തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്. വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ മാസും അവിടെ മാറും. ശരിക്കും വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് മാസ് കൂടുകയാണ് ചെയ്യുന്നത്. വളരെ ഹൈ വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് പോവുകയാണെങ്കിൽ അതിൻ്റെ റെസ്റ്റ് മാസിൽ നിന്ന് ഒരല്പം കൂടുതലായിരിക്കും ഹൈ വെലോസിറ്റിയിൽ പോകുന്ന ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാസ്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത്, ഓരോ പ്രാവശ്യവും അവൻ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, 2 ഡീസിൻ്റെ ഇടയിൽ ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടി വരികയാണ്. അതിനനുസരിച്ച് മാസും മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കൃത്യമായിട്ടൊരു ഫ്രീക്വൻസി അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി അവിടെ ഫിക്സഡ് ആയിരിക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് 100 ആണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഫ്രീക്വൻസി എനിക്ക് 100 ആയിട്ട് കിട്ടണം. ഓക്കെ, ഞാനത് സെറ്റ് ചെയ്തു. എൻ്റെ മനസ്സിൽ ആഗ്രഹം അതാണ് 100 ആയിട്ട് കിട്ടണം. പക്ഷേ മാസ് മാറുന്നതുകൊണ്ട് ഫ്രീക്വൻസി മാറും. ഇനി ടൈം പീരീഡ് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനും സമ്മതിക്കുകയില്ല. കാരണം ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് വെലോസിറ്റി മാറുന്നു, അവിടെയുള്ള മാസ് മാറുന്നു. ഇനി അവിടുത്തെ വെലോസിറ്റി, റേഡിയസ്, എല്ലാ ഫാക്ടേഴ്സും, ഈവൻ കൈനറ്റിക് എനർജി കൂടി മാസുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി മാറുന്നു, മാസ് മാറുന്നു. ഈ പറയുന്ന എല്ലാ പാരാമീറ്റേഴ്സും ഓരോ റൊട്ടേഷനിലും വ്യത്യസ്തമായിരിക്കും. അതായത് കൃത്യമായിട്ട് സൈക്ലോട്രോണിന് വർക്ക് ചെയ്യാനായി സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ അതൊരു ലിമിറ്റേഷനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് മാസും വെലോസിറ്റിയും ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ പ്രാവശ്യം വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് മാസും അവിടെ വ്യത്യസ്തമാകും.
മാസ് മാറുന്നതിനനുസരിച്ച് എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ മെഷേർഡ് ക്വാണ്ടിറ്റീസും അവിടെ മാറിക്കൊണ്ടേയിരിക്കും. അത് സൈക്ലോട്രോണിൻ്റെ പ്രോപ്പർ വർക്കിങ്ങിനെ ബാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ നോക്കാം. cannot accelerate very small particles like electrons. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ സൈക്ലോട്രോൺ എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ഡിവൈസാണ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആൽഫ പാർട്ടിക്കിൾ. ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, എന്തുകൊണ്ട് ചാർജ് ഉണ്ടായിട്ടും ഇലക്ട്രോണുകളെ നമ്മൾ പരിഗണിക്കുന്നില്ല. അതിനുള്ള ആൻസർ ഇവിടെയുണ്ട്. cannot accelerate very small particles like electrons. ഇലക്ട്രോണിൻ്റെ മാസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മാസ് ഓഫ് ദി ഇലക്ട്രോൺ റേഞ്ചാണ് 9.1 × 10⁻31 കിലോഗ്രാം. നിങ്ങൾ ഈ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഇവിടെ നിങ്ങൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഒരു ഇലക്ട്രോണിനെ നമ്മൾ സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സലറേറ്റ് ചെയ്യിപ്പിച്ചു എന്ന് തന്നെ കരുതുക. ആ ഇലക്ട്രോൺ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഫുൾ റൊട്ടേഷൻ ചെയ്യും എന്നതിൻ്റെ മെഷർമെൻ്റാണ് അതിൻ്റെ ഫ്രീക്വൻസി. QB/2π. നിങ്ങൾ ഈ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ് കിടക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. ഈ ചെറിയൊരു മാസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ QB/2π എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, മാസ് നോക്കുക 10⁻31 റേഞ്ചിലാണ് ഡിനോമിനേറ്റർ. നിങ്ങളതിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10⁻31 റേഞ്ചിലാണ് വിചാരിക്കുക. അതായത് ഡിനോമിനേറ്ററിലാണ് -31 വരിക, 10⁻−13 വരിക. നേരെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് ന്യൂമറേറ്ററായിട്ട് നമ്മളിത് എടുക്കുമ്പോൾ 10⁻31 വരും. ഇനി QB/2π ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ഒരു 10⁻30 അല്ലെങ്കിൽ 10⁻25ൻ്റെ മുകളിലെങ്കിലും അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കുക. 10⁻7 എന്ന് പറയുന്നതാണ് 1 കോടി. ഓക്കെ, അതിനേക്കാളും മുകളിൽ 10⁻8, 10⁻9, 10⁻10, പിന്നെ 11, 12, 15, 20, 25. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇലക്ട്രോൺ ഒരു സെക്കൻഡിൽ 10⁻31 ടൈംസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. നമുക്ക് അത്രയും ഹൈ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ട് വളരെ ചെറിയ മാസുള്ള ആളുകളെ നമുക്ക് ഒരു സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുകയില്ല. ഒരു പക്ഷേ നമ്മൾ ആക്സലറേറ്റ് ചെയ്യിപ്പിച്ചാലും ആ ചാർജ്ഡ് പാർട്ടിക്കിളിനെ, വളരെ ചെറിയ മാസുള്ള ആ ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റിസ്ക് ഫാക്ടർ ഒഴിവാക്കുകയാണ്. വളരെ ചെറിയ പാർട്ടിക്കിളെ തൽക്കാലത്തേക്ക് നമ്മൾ സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സലറേറ്റ് ചെയ്യുന്നില്ല. അതും ഒരു ലിമിറ്റേഷനാണ്. ഇനി മൂന്നാമത്തെ ലിമിറ്റേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ചാർജ് ഇല്ലാത്ത ആളുകളെ, അതായത് ന്യൂട്രോൺ പോലെയുള്ള ചാർജൊന്നും ഇല്ലാത്ത ആളുകളെ നമുക്ക് സൈക്ലോട്രോൺ ഉപയോഗിച്ച് ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത്രയുമാണ് നമ്മുടെ ലിമിറ്റേഷൻ.